കുറേ ആൾക്കാർ ഫോൺ ചെയ്ത് എങ്ങനെയാണ് ആൾട്ടോയിൽ പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിൻ്റെ വയറിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും വീണ്ടും ചോദിച്ചു. അപ്പോൾ ഒന്നുകൂടി ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ വയറിംഗ് കിറ്റ് കറക്റ്റ് എക്സാക്ട്ലി വരുന്നതെന്ന്. ഈ വണ്ടി ഇപ്പോൾ നമുക്ക് പവർ സ്റ്റിയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങനെയാണ് ഇതിൻ്റെ വയറിംഗ് കിറ്റിൻ്റെ ഫുള്ള് ഫോർമാറ്റ് വരുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഓരോ വണ്ടി ചെയ്യുമ്പോഴും ഓരോന്നിനും ഡിഫറൻ്റ് ആണ് വരുന്നത്. ഞാൻ മോഡൽ അനുസരിച്ച് അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തരാം. അപ്പോൾ നിങ്ങൾക്കും ഏത് വർക്ക്ഷോപ്പിലും സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഞാൻ ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത മാനുവൽ സ്റ്റിയറിംഗ് മെക്കാനിസം കേട്ടോ. ഇതിൽ നിന്ന് ഇളക്കിയെടുത്താണ്. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല, ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്താണ് ഒരു LXI ആക്കുന്നത്, പവർ സ്റ്റിയറിംഗ് മെക്കാനിസം ആക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വയറിംഗ് കൂടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിൻ്റെ മാനുവൽ മെക്കാനിസമാണ്. ഇതാ നോക്കൂ, ഇത് എക്സാക്ട്ലി ഒരു ആൾട്ടോയുടെ തന്നെ LXI വണ്ടിയുടെ കിറ്റാണ്. അതായത് ഒറിജിനൽ ആൾട്ടോ LXIക്ക് വരുന്ന സെയിം കിറ്റാണിത്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് എക്സാക്ട്ലി ഒരു 40 കിലോമീറ്റർ കഴിയുമ്പോൾ സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകും. അങ്ങനെ ഒരു LXIയിൽ വാട്ടെവർ എന്തൊക്കെ വരുന്നോ ആ എല്ലാ ഫീച്ചറും കൊടുത്താണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. കമ്പനി വരുന്ന സെയിം ഫോർമാറ്റിനെ ഫോളോ ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വയറിംഗ് കിറ്റ് എങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാം. നോക്കൂ, ഇത് ഒറിജിനൽ LXIക്ക് വരുന്ന സെയിം കപ്ലറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വയറിംഗ് കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്ലറിൽ ഒരു തിക്കായിട്ടുള്ള ബ്ലാക്ക് വയർ വരും. അത് ഞാൻ എന്താ ഇവിടെ എർത്ത് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ ബോഡിയുടെ. അതേ കണക്ക് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വരും തിക്ക് വയർ. അത് വന്നിട്ട് പ്ലസ് ആണ്. അത് നമുക്ക് മെയിനായിട്ട് പ്ലസ് ഫ്യൂസ്ഡ് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെയെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അത് കൂടാതെ നോക്കൂ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വയർ വരുന്നുണ്ട്. അത് ഇഗ്നീഷൻ പ്ലസ് ആണ്. അത് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇഗ്നീഷൻ ആക്റ്റീവ് ആയിട്ടൊരു പ്ലസ് എവിടെ വരുന്നോ അത് നിങ്ങൾക്ക് അവിടെയെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2 ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സ്പീഡിൻ്റെ പൾസും, അതേ കണക്ക് എൻജിൻ സ്പീഡിൻ്റെ ഇത് ഡീറ്റെയിൽസ് അറിയാനായിട്ട് RPM പൾസും. അപ്പോൾ ഇതൊരു 2006-7 മോഡൽ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലെവിടെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇമോബിലൈസർ വരാത്ത മോഡലാണ്. ആ മോഡലുകളിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പൾസിൽ അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെവിടെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ സ്പീഡോമീറ്ററിൻ്റെ പൾസ് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. സ്പീഡോമീറ്ററിൻ്റെ പൾസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? നോക്കൂ, മീറ്റർ ആദ്യം ഊരുക. മീറ്റർ ഊരിയെടുത്തതിന് ശേഷം മീറ്ററിൻ്റെ ഒരു ലൈനിൽ കണ്ട സ്പിന്നെന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും, SPIN. ഇതാണ്ട ഈ ഒരു ഇതിനെ ഫോളോ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കണക്ഷൻ എവിടെ വരുന്നോ അതേ കണക്ഷൻ താണ്ട ഈ കപ്ലറിന് എടുക്കുക. വൈറ്റ് കപ്ലർ ആയിരിക്കും കോമൺ കൂടുതലും വരുന്നത്. വൈറ്റ് കപ്ലറിൽ ഞാൻ ഇതിൽ നിന്ന് ട്രാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഈ 3ാമത്തെ വയറാണ് സ്പീഡോമീറ്റർ സെൻസറിൻ്റെ പൾസ്. ഈ വയറിൽ വേണം നമ്മൾ സ്പീഡോമീറ്റർ സെൻസർ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എൻജിൻ സ്പീഡ് വേണം. എൻജിൻ സ്പീഡ് ഈ 2005-6 വണ്ടികളിൽ നോക്കൂ, 2ാമത്തെ ഈ ഒരു ബ്രൗൺ കളർ കണ്ട ഈ ഒരു കപ്ലറിനകത്ത് ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. ഇവിടം വരെ ECM നിന്ന് ഇവിടം വരെ സപ്ലൈ വന്ന് കിടപ്പുണ്ട്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നിൻ്റെ കണക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ കണക്ഷൻ എടുത്ത് സിമ്പിളായിട്ട് പവർ സ്റ്റിയറിംഗ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിന് കളർ വരുന്നു. അതാ നോക്കൂ, ഇതിൽ ഒരു ബ്ലാക്ക് വയറിൻ്റെ അടുത്തായിട്ട് 2 വയർ സെപ്പറേറ്റ് കിടപ്പുണ്ടാവും. ഒരു ബ്ലാക്കിൻ്റെ അടുത്തായിട്ട് ഒരു കാപ്പിപ്പൊടി കളർ. ഈ കാപ്പിപ്പൊടി കളറാണ് നമ്മളെ RPM പൾസ്. ഈ പൾസ് നിങ്ങൾക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നറിയാമോ? ഈ പൾസ് സെപ്പറേറ്റ് ഫിൽട്ടർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ ഒരു RPM മീറ്റർ ഈ വണ്ടിയിൽ വെക്കണമെന്ന് വെക്കുക. ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആയിട്ട് ഒരു RPM മീറ്റർ കൂടി ഇതിൽ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ RPM മീറ്ററും വർക്ക് ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻ തീം. ഇത് ഇത്രയും ഫിറ്റ് ചെയ്ത് കറക്റ്റ് കണക്ഷൻ മോട്ടർ ചെയ്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി പവർ സ്റ്റിയറിംഗ് ഒരു LXIയിൽ എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതേ കണക്ക് നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളെ LXIയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് LXI ആയിരുന്നു, നമ്മൾ LXI ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, സ്റ്റിയറിംഗ് ഉണ്ടാവും, നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് LXI ആക്കിയെന്ന് മാത്രമല്ല നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.